വൃദ്ധസദനങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ, 250-ലേറെ കേരളത്തിൽ സർക്കാർ അംഗീകൃത വൃദ്ധസദനങ്ങളുണ്ട്. ഞാൻ ഓർത്തുപോകുന്ന ഈ മഞ്ചേരി ടൗണിലൊക്കെ 1980-കളുടെ അവസാനം 90-കളുടെ തുടക്കത്തിലൊക്കെ പ്രസംഗിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം എന്തായിരുന്നു? അമേരിക്കയിലെ, യൂറോപ്പിലെ പുതിയൊരു സംസ്കാരമുണ്ട്. വൃദ്ധരായ മാതാപിതാക്കളെ വയസ്സാങ്കാലത്ത് സദനങ്ങളിൽ കൊണ്ടുപോയി അവിടെ പണം കൊടുത്ത് അവിടെ താമസിക്കുന്ന ഏർപ്പാട്. 90-കളുടെ അവസാനത്തിയപ്പോഴേക്ക് എന്തായി? കേരളത്തിലെ പഞ്ചായത്തുകളുടെ ബജറ്റിൽ പോലും വൃദ്ധസദനത്തിലുള്ള തുക നീക്കി വെക്കേണ്ടി വന്നു. ഇന്ന് അംഗീകൃതമായ വൃദ്ധസദനങ്ങൾ തന്നെ 250-ലേറെ കേരളത്തിലുണ്ടെങ്കിൽ എന്താണ് ഈ ദുരന്തം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്? മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന മാതാപിതാക്കൾ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, റബ്ബിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞ ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം. അതുപോലെ തന്നെ ആ മാതാപിതാക്കളിൽ ഒരാളോ എന്ന ആക്ഷേപത്തിന്റെ ഏറ്റവും ചെറിയ രൂപമുള്ള വാക്ക് പോലും അവരോട് പറയരുത്. അവരോട് കോപിക്കരുത്, കയർത്ത് സംസാരിക്കരുത്, മാന്യമായ വാക്കായിരിക്കണം പറയേണ്ടത്. മാത്രമല്ല വിനയത്തിന്റെ ചിറക് കാരുണ്യപൂർവം അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ നിത്യപ്രസക്തിയാണ് വൃദ്ധസദനങ്ങളുടെ പൂമുഖത്തിരുന്ന് കണ്ണീരൊഴുക്കുന്ന ആധുനിക വാർദ്ധക്യത്തിന്റെ പ്രശ്ന പ്രഹേളികൾക്ക് മുമ്പിൽ നമുക്ക് നൽകാനുള്ള ഉത്തരം.